1922 കാലഘട്ടത്തിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരളയുടെ സഹായത്തിൽ സ്ഥാപിച്ചതാണ്. ഇത്തരത്തിൽ നമ്മൾ കൃഷി വകുപ്പിന്റെ രജിസ്റ്റേർഡ് ഫാർമേഴ്സിൽ നിന്ന് മാത്രമാണ് തേൻ ശേഖരിക്കുന്നത്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഇത് പ്രാദേശിക അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലും ചുറ്റുവട്ടത്തുമായിട്ട് ഏകദേശം 200-300 ഇടയ്ക്ക് തേൻ കർഷകരുണ്ടെന്നാണ് ഏകദേശം കണക്കാക്കുന്നത്. ഇവരുടെ ആവശ്യപ്രകാരം ബഹുമാനപ്പെട്ട കൊല്ലൂർ MLA PS സുമാൽ വിളിച്ചുകൂട്ടിയ മീറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. ഇതിന് ഏകദേശം ഒരു 45 ലക്ഷത്തോളം രൂപ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഇൻവെസ്റ്റ് ചെയ്യും. അതിന് ഏകദേശം 50%, ഏതാണ്ട് 17 ലക്ഷം രൂപയോളം സബ്സിഡിയായി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരള 2021-22 സാമ്പത്തിക വർഷം ഓയിൽ പാമിന് നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിന്റെ മാർക്കറ്റിംഗ് കുറച്ചുകൂടി വിപുലീകരിക്കുന്ന ഭാഗമായിട്ട് സ്മൈൽ ബി എന്ന് പറയുന്നൊരു ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യും. സ്മൈൽ ബി എന്ന ബ്രാൻഡിൽ ഇപ്പോൾ വിപണനം നടത്തി വരികയും ചെയ്യുന്നു. ഇതിന് പുറമെ കർഷകർക്ക് സ്വന്തം നിലയിൽ ഇവിടെ കൊണ്ടുവന്ന് കിലോയ്ക്ക് 13 രൂപ നിരക്കിൽ ചാർജ് വന്ന് ഇത് പ്രോസസ് ചെയ്ത് തിരികെ കൊണ്ടുപോകാനുള്ള സൗകര്യം കമ്പനി ഒരുക്കി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേൻ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഉയർന്ന ഔഷധ മൂല്യമുള്ള നല്ല ഗുണമേന്മയുള്ള തേൻ നമുക്കിവിടെ ലഭിക്കുന്നുമുണ്ട്. എന്നാൽ അന്തരീക്ഷത്തിലെ ഈർപ്പ കൂടുതൽ കാരണം വേർതിരിച്ചെടുത്ത തേനിൽ അടങ്ങിയിരിക്കുന്ന ഈർപ്പാംശം 22% കൂടുന്നതാണ് തേനീച്ച സംസ്കരണത്തിൽ കർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി. ഈ പ്രതിസന്ധി പരിഹരിച്ച് മികച്ച വിപണനമൊരുക്കി ചെറുകിട കർഷകർക്ക് ആശ്വാസം പകരുകയാണ് സർക്കാർ സഹായത്തിലൂടെ സജ്ജമാക്കിയ ഈ സംവിധാനമെന്ന് അഞ്ചൽ ബ്ലോക്കിലെ പ്രാദേശിക തേനീച്ച കർഷക കൂട്ടായ്മയായ മധുബനി ബി ഫാമേഴ്സ് ഹൈവ് സെക്രട്ടറി മത്തായി തോമസ് സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങളുടെ ദീർഘനാളത്തെ ഒരു ആവശ്യമായിരുന്നു തേൻ സംസ്കരണ സംവിധാനം ഒരുക്കുക എന്നുള്ളത്. ചെറുകിട കർഷകരായ ഞങ്ങൾക്ക് വിപണിയിൽ എത്തിക്കാൻ തേൻ വളരെ ബുദ്ധിമുട്ടിയ സമയത്താണ് ഗവൺമെന്റിന്റെയും ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന്റെയും സഹായത്തോടെ ഇങ്ങനെ ഒരു പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കാൻ പറ്റിയത്. തീർച്ചയായിട്ടും ഞങ്ങളെ പോലുള്ളവർക്ക് വളരെ ഗുണകരമായി. ഈ അഞ്ചൽ ബ്ലോക്ക് പരിധിയിലുള്ളവർക്കും പുറത്തുനിന്ന് കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും വന്ന് ഇവിടെ സംസ്കരിച്ച് തേൻ കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ തേൻ പ്രോസസ് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. തേൻ നമ്മൾ ഈ ഇവിടെ സംസ്കരിക്കാതെ വിപണിയിൽ എത്തിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ പെനാൽറ്റിയും മറ്റും വരുന്നത് കാരണം നമുക്കിത് വിപണിയിൽ എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ചെറുകിട കർഷകരായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കൊണ്ടുവന്ന് പ്രോസസ് ചെയ്തതിനു ശേഷം 20% ജലാംശത്തിൽ താഴെ മോയ്സ്ചർ ആക്കിയിട്ട് നമുക്കിത് വിപണിയിൽ എത്തിക്കുമ്പോൾ ജനങ്ങളുടെ ഒരു സ്വീകാര്യത, ഗവൺമെന്റ് തലത്തിലുള്ള ഒരു സെക്ടറിൽ നിന്ന് പ്രോസസ് ചെയ്ത് വെളിയിൽ വരുന്ന ഈ തേനിന് ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡും തേൻ വിപണിയിൽ എത്തിക്കുന്നു സ്മൈൽ ബി എന്ന പേരിൽ. ഒപ്പം ഞങ്ങൾ ചെറുകിട കർഷകർക്ക് ഇവിടെ കൊണ്ടുവന്ന് തേൻ 300 കിലോയോളം ഒരു സമയത്ത് ഇവിടെ നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദൂരെ നിന്ന് വരുന്നവർക്കും വളരെ ഉപകാരപ്രദമാണ് ഈ 300 കിലോയുടെ ഒരു കപ്പാസിറ്റി ഉള്ളത്. കർഷകർ ഇവിടെ എത്തിക്കുന്ന തേൻ ഇവിടെ നല്ല രീതിയിൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീനറി സംവിധാനങ്ങളാണ് ഗവൺമെന്റ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ പ്രോസസ് ചെയ്ത് നമുക്കത് എടുക്കുന്ന തേൻ വളരെ ക്വാളിറ്റി അല്ലെങ്കിൽ വളരെ എല്ലാ മാനദണ്ഡങ്ങളും ഗവൺമെന്റിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഇവിടെ തേൻ നമുക്ക് പ്രോസസ് ചെയ്ത് വെളിയിൽ കിട്ടുന്നത്. ഫീഡിംഗ് ആൻഡ് പ്രീ ഹീറ്റിംഗ് ഡബിൾ ജാക്കറ്റഡ് ടാങ്ക്, പ്രീ ഫിൽറ്റർ യൂണിറ്റ്, ഇന്റർമീഡിയറ്റ് ടാങ്ക്, ഡോസിംഗ് അഥവാ ഫീഡിംഗ് പമ്പ്, മെയിൻ പ്രോസസിംഗ് ചേംബർ, കൂളിംഗ് യൂണിറ്റ്, സ്റ്റോറേജ് ടാങ്ക് എന്നിവയാണ് ഈ ആധുനിക തേൻ സംസ്കരണ പ്ലാന്റിന്റെ പ്രധാന ഘടകങ്ങൾ. പ്രതിവർഷം 50 ടൺ തേൻ സംസ്കരിക്കാനുള്ള ശേഷിയാണ് ഈ യൂണിറ്റിനുള്ളത്. ഒരു ലോട്ടിൽ 300 കിലോഗ്രാം തേൻ. കർഷകരിൽ നിന്നും കിലോഗ്രാമിന് 13 രൂപയാണ് പ്രോസസിംഗ് ഫീസായി വാങ്ങുന്നത്. സംസ്കരണത്തിനായി കർഷകർ എത്തിക്കുന്ന തേനിന്റെ ഭാരവും ഈർപ്പാംശവും രേഖപ്പെടുത്തുന്നതാണ് സംസ്കരണത്തിന്റെ ആദ്യപടി. റിഫ്രാക്ടോമീറ്റർ ഉപയോഗിച്ചാണ് ഈർപ്പാംശം അളക്കുന്നത്. ഈർപ്പാംശത്തിനനുസരിച്ച്
തേൻ നിശ്ചിത ഈർപ്പനിലയിൽ എത്തിക്കുന്നതിന് താപനിലയും സമയവും ക്രമപ്പെടുത്തുന്നു. ഇതിൽ ശേഖരിക്കുന്ന തേൻ ആദ്യം നമ്മൾ ഒരു ഫീഡിംഗ് വെസലിലേക്ക് സ്വീകരിക്കുകയും അതിനുശേഷം അത് പമ്പ് ചെയ്ത് പ്രീ ഹീറ്റിംഗ് ഒരു പ്രീ ഹീറ്റിംഗ് ചേമ്പറിലേക്ക് മാറ്റുകയും അത് മാറ്റുന്നതിന് മുമ്പ് തന്നെ ഏതായാലും ഒരു 55 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇതിന്റെ ടെമ്പറേച്ചർ, അതാണ് 55 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുന്നത്. അത് കൂടുതൽ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ തേനിന്റെ ഘടനയിൽ മാറ്റം വരുന്നതുകൊണ്ടാണ് 55 ഡിഗ്രി സെൽഷ്യസ്. ഈ രീതിയിലുള്ള 45 മിനിറ്റോളം ഈ പ്രീ ഹീറ്റിംഗ് ചേമ്പറിൽ കീപ്പ് ചെയ്ത ശേഷം അത് പമ്പ് ഉപയോഗിച്ച് ഒരു ഇന്റർമീഡിയറ്റ് വെസൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഡോസിംഗ് പമ്പ്, അതായത് ഡോസിംഗ് പമ്പ് ഉപയോഗിച്ചുകൊണ്ട് മോയ്സ്ചർ റിമൂവ് ചെയ്യാനുള്ള മോയ്സ്ചർ റിമൂവിങ് മൊഡ്യൂളിലേക്ക് പമ്പ് ചെയ്യുന്നത്. അതിനകത്ത് ഡോസിംഗ് പമ്പ് ഉപയോഗിച്ച് ആ സ്പീഡ് ക്രമീകരിക്കുന്നതനുസരിച്ചാണ് നമ്മൾ നോർമലി അതിനകത്ത് മോയ്സ്ചർ റിമൂവ് ചെയ്ത് മാറുന്നത്. ഇത് നമ്മുടെ FSSAI കേരളത്തിലെ ഒരു കാലാവസ്ഥ അനുസരിച്ച് നോർമലി 23-25% വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. അത് ഒരിക്കലും മാർക്കറ്റബിൾ, FSSAIയുടെ പുതിയ ക്രമീകരണം അനുസരിച്ച് മാർക്കറ്റബിൾ അല്ല. അതിനെ നമ്മൾ 19-20 ഇടയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവന്ന് ഇതിന്റെ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനിടയിൽ ഫിൽറ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മാലിന്യങ്ങൾ മാക്സിമം റിമൂവ് ചെയ്യുകയും ഏറ്റവും FSSAIയുടെ പുതിയ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള തേനാക്കി നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. സംസ്കരണത്തിന് മുമ്പും ശേഷവുമുള്ള തേൻ സംഭരണത്തിനും ഇവിടെ പ്രത്യേകം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പ്ലാന്റിന് അതായത് ഒരു ഷിഫ്റ്റില് 300 കിലോ തേൻ സംസ്കരിക്കാനുള്ള ശേഷിയുണ്ട്. ഒരു ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ 8 മണിക്കൂർ, ഒരു 8 മണിക്കൂർ 300 കിലോ സംസ്കരിക്കാനുള്ള ശേഷി. നമുക്ക് 2 തരത്തിലുള്ള സ്റ്റോറേജ് ടാങ്ക്, പ്രോസസ്സിങ്ങിന് വരുന്ന ഹണി സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടാങ്ക്, ഓരോ ടാങ്കും 1000 ലിറ്റർ സ്റ്റോർ ചെയ്യാവുന്ന ടാങ്കുകളാണ്. അതിൽ 5 സ്റ്റോറേജ് ടാങ്ക് പ്രോസസ്സിങ് ചെയ്തതിനു ശേഷമുള്ള ഹണി സ്റ്റോർ ചെയ്യാനുള്ള 5 ടാങ്കുണ്ട്. അതും 5000 ലിറ്റർ വെച്ച് പ്രോസസ്സ് ചെയ്യാം. ഏകദേശം ഒരു 50 ടണ്ണോളം ഒരു വർഷം പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിലവിൽ പ്ലാനിലുണ്ട്. 5 പതിറ്റാണ്ടായി എണ്ണപ്പന കൃഷിയിലും സംസ്കരണത്തിലും മികവിന്റെ പര്യായമായി കൃഷി വകുപ്പിന് കീഴിൽ ലാഭത്തിൽ മുന്നേറുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിലൂടെ ഹണി പ്രോസസിംഗ് പ്ലാന്റ് സ്ഥാപിതമായതോടെ സ്മൈൽ ബി എന്ന ബ്രാൻഡ് നാമത്തിൽ തേൻ വിപണനത്തിലേക്കും ചുവടുവയ്ക്കുകയാണ് ഈ സ്ഥാപനം. ഓയിൽ പാം ഇന്ത്യയ്ക്ക് സ്വന്തമായിട്ട് 10,000 ഏക്കറിൽ എണ്ണപ്പന കൃഷിയുണ്ട്. ഇത് കൂടാതെ തന്നെ കേരളത്തിലെ ഓളമുള്ള കർഷകരിൽ നിന്നും കൃഷി ചെയ്യിപ്പിച്ച് അവരിൽ നിന്ന് വിളവ് എണ്ണപ്പന ഓയിൽ പാം ഇന്ത്യയുടെ ഏത് ഫാക്ടറിയിൽ എടുത്ത് അവർക്ക് വേതനം അവരുടെ കൂലി നൽകുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമായിട്ടും ഓയിൽ പാം ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർഷകരെ സഹായിക്കുക എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഓയിൽ പാം ഇന്ത്യ തുടങ്ങിയതാണ് ഹണി പ്രോസസ്സിംഗ് യൂണിറ്റ്. ഈ ഹണി പ്രോസസ്സിംഗ് യൂണിറ്റ് കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന ഹണി പ്രോസസ്സ് ചെയ്ത് സ്മൈൽ ബി ഹണി എന്ന പേര് ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കുന്നത്. 500 ഗ്രാമിന്റെയും 250 ഗ്രാമിന്റെയും ബോട്ടിലുകളാണ് മാർക്കറ്റിൽ ഇറക്കുന്നത്. ഈ ഹണി ഞങ്ങൾ ഹോൾസെയിലായി റീറ്റെയിലായി മറ്റു ഷോപ്പുകളിലും ലഭിക്കുന്ന രീതിയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഓയിൽ പാം ഇന്ത്യക്ക് ഹണിയുടെ വിപണനം കൂടുതൽ ഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി സ്വന്തമായി ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് കൊല്ലം ചിന്നക്കടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഏരൂര് ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്. അതുകൂടാതെ കോട്ടയം ഹെഡ് ഓഫീസിൽ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെയും ഹണി ലഭ്യമാണ്. വെച്ചൂരുള്ള റൈസ് മില്ലിലും ഹണി ലഭ്യമാണ്. അതുപോലെ തന്നെ ഹണി മാർക്കറ്റ് ചെയ്യുന്നതിന് ആമസോൺ വഴി ഞങ്ങൾ ഓൺലൈനിലായും മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഹണിയുടെ റീറ്റെയിൽ പ്രൈസ് 500 ഗ്രാമിന് 211 രൂപയും 250 ഗ്രാമിന് 111 രൂപയ്ക്കുമാണ് 117 രൂപയ്ക്കാണ് ഇപ്പോൾ വിപണിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഹോൾസെയിൽ റേറ്റ് ഇതിലും കുറവാണ്. പ്രാദേശിക കർഷകർക്ക് പ്രയോജനകരമായി ഓയിൽ പാം ഇന്ത്യ സമർപ്പിച്ച സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് കൃഷി വകുപ്പ്.
ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ് അവര് കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് നമുക്കൊരു പ്രോജക്റ്റ് നൽകുകയും അത് നമ്മൾ പ്രോസസ് ചെയ്ത് SHM കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുവഴി പിന്നെ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡില് ഒരു നല്ല ഹണി പ്രോസസ്സിംഗ് യൂണിറ്റ് ഇപ്പൊ അവിടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഹണി പുറത്തുനിന്ന് വാങ്ങുന്നുണ്ട്, കൂടാതെ അവിടെ തന്നെ തേനീച്ച പെട്ടികൾ വെച്ച് അവിടെ നിന്ന് തന്നെ ഹണി എടുത്ത് അത് പ്രോസസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന്റെ ഹണിക്ക് നല്ല ഡിമാൻഡാണ്. നമ്മൾ എക്സിബിഷനിലെല്ലാം തന്നെ അത് പ്രദർശിപ്പിക്കുകയും അത് പിന്നെ ആൾക്കാർക്ക് പിന്നെ നല്ല ഡിമാൻഡായിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡില് നമ്മളൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റിന് SHM വഴി ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അവരുടെ പ്രോഡക്റ്റും കൂടാതെ തന്നെ SHMന്റെ പ്രോഡക്റ്റും എല്ലാം തന്നെ ആ ഒരു ഔട്ട്ലെറ്റ് വഴി വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ കൂടാതെ നമ്മൾ SHM പദ്ധതി വഴി ഒരു പാക്ക് ഹൗസും അവർക്ക് പിന്നെ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. അതുവഴി ഈ പറയുന്ന പിന്നെ പ്രോസസ് ചെയ്ത ഹണി അത് പാക്ക് ചെയ്ത് പിന്നെ വിൽക്കുകയും പിന്നെ നമ്മൾ കൊടുത്ത ഈ പിന്നെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് വഴി അവർക്കത് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ 3 കമ്പോണന്റും ഈ പിന്നെ ഹണി പ്രോസസിംഗ് യൂണിറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ് കൂടാതെ പാക്ക് ഹൗസ്, ഈ 3 കമ്പോണന്റ് SHM വഴി കൊടുത്ത ഈ 3 കമ്പോണന്റും പിന്നെ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളതാണ്. സാധാരണ പരമ്പരാഗത രീതികളാണ് കർഷകർ തേൻ സംസ്കരണത്തിനായി ഉപയോഗിക്കുന്നത്. ഇത്തരം അശാസ്ത്രീയ രീതികൾ തേനിന്റെ ഗുണനിലവാരം കുറയ്ക്കുന്നതിനും അമിതമായി ചൂടാക്കുന്നത് ഹൈഡ്രോക്സി മീഥൈൽ പെർഫ്യൂറൽ പോലുള്ള അപകടകരമായ വസ്തുക്കൾ ഉണ്ടാകുന്നതിനും കൃത്യമായ തോതിൽ ഈർപ്പാംശം കുറയ്ക്കാതിരിക്കുന്നത് തേൻ പുളിക്കാനും പരലുണ്ടാകാനും ഒക്കെ കാരണമാവുകയും ചെയ്യുന്നു. എന്നാൽ ശാസ്ത്രീയ തേൻ സംസ്കരണത്തിലൂടെ തേനീച്ച മെഴുക്, പൂമ്പൊടി എന്നിവ വേർതിരിച്ചെടുക്കാനും തേനിന്റെ ഗുണമേന്മയും ഔഷധ പോഷക ഗുണങ്ങളും സംരക്ഷിക്കുന്നതിനും സാധിക്കും. ശാസ്ത്രീയ തേൻ സംസ്കരണത്തിന്റെ മുഖ്യ പ്രക്രിയകളായ അരിക്കലിലൂടെയും ചൂടാക്കലിലൂടെയും പരലുകൾ അലിയിച്ച് തേനിൽ അടങ്ങിയ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഫ്ലാഷ് ഹീറ്റ് വാക്വം അധിഷ്ഠിത സാങ്കേതിക വിദ്യയിലൂടെ ഈർപ്പാംശം ക്രമീകരിച്ച് നിശ്ചിത മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വിപണിയിലെത്തിക്കാൻ കർഷകർക്ക് കഴിയും. നിലവിൽ കേരളത്തിൽ വളരെ പരിമിതമായ ഈ സംവിധാനം തങ്ങൾക്ക് കരഗതമായതിന്റെ സന്തോഷത്തിലാണ് അഞ്ചൽ ബ്ലോക്കിലെ തേനീച്ച കർഷകർ. 2021 ഞങ്ങളുടെ ഒരു സംഘടിതമല്ലാത്ത തേനീച്ച കർഷകരുടെ ഒരു കൂട്ടായ്മ മധുബനി എന്ന പേരിൽ ഒരു സംഘം രൂപീകരിക്കുകയും അതിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കർഷകർക്ക് തേനീച്ച കോളനിയും അനുബന്ധ സാധനങ്ങളും നൽകുന്ന സംവിധാനം ഹോർട്ടികോർപ്പുമായിട്ടും ഖാദി ബോർഡുമായിട്ട് ചേർന്ന് നമ്മൾ സംഘടിപ്പിക്കുകയും അങ്ങനെ ഈ മേഖലയിൽ കുറെ കർഷകരെ നമുക്ക് കൂട്ടിയോജിപ്പിച്ച് വളരെയധികം കർഷകരെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഓയിൽ ഫാമിൽ പ്രോസസ്സിംഗ് യൂണിറ്റ് സ്ഥാപിക്കുകയും കർഷകർ അവരുടെ ഉന്നമനത്തിനായിട്ട് നല്ല രീതിയിൽ പ്രവർത്തനം തുടങ്ങി ഇപ്പം നല്ല രീതിയിൽ ഏതാണ്ട് 300ഓളം കർഷകരുടെ ഒരു കൂട്ടായ്മയായിട്ട് 5 ബ്ലോക്ക് പരിധിയിൽ പ്രവർത്തിച്ചു വരുന്നു. എൻ്റെ പേര് മത്തായി തോമസ്. എനിക്ക് ഏതാണ്ട് ഏകദേശം 300ഓളം കോളനിയുണ്ട്. എല്ലാ വർഷവും ഒരു 3 മുതൽ 4 ടൺ വരെ തേൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതിന് വിപണി കണ്ടെത്തുന്നത് ഓയിൽ ഫാമിൽ വന്ന ഈ പ്രോസസ്സിംഗ് യൂണിറ്റ് വന്നതോടുകൂടി വലിയ പ്രയാസമില്ലാത്ത രീതിയിൽ എനിക്ക് നല്ല ക്വാളിറ്റിയുള്ള തേൻ കൊടുക്കാൻ കഴിയുന്നതോടുകൂടി എനിക്ക് അത്യാവശ്യം മാർക്കറ്റിംഗ് കണ്ടെത്താൻ കഴിയുന്നു. എൻ്റെ പേര് ജയൻ. ഞാൻ ഒരു തേനീച്ച കർഷകനായിരുന്നു. ഒരു 8 വർഷം മുതൽ ഈ സംരംഭമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഞങ്ങളൊരു മധുബനി എന്ന സംഘം രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തന ഫലമായി ഓയിൽ ഫാമിൽ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് അവർ സ്ഥാപിച്ചു തരികയും അവിടെ തേൻ പ്രോസസ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ മാർക്കറ്റിംഗിൽ നമുക്ക് അതിന്റെ ഗുണമേന്മയെ കുറിച്ച് ഒരു ആശങ്ക ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ഒരു സംരംഭമാണ് ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയായിട്ട് നടത്തി വരുന്നത്. എൻ്റെ പേര് സിയാദ്. ഞാൻ നമ്മുടെ ഒരു 20 വർഷമായിട്ട് തേനീച്ച കൃഷി നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ഒറ്റപ്പെട്ട് നമ്മൾ ഓരോ കർഷകരും തേൻ ഉൽപ്പാദിപ്പിക്കുകയും അത് അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചോ നല്ല ക്വാളിറ്റിയിലുള്ള സാധനം കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയും തേനിൻ്റെ ജലാംശം നമുക്കൊരു പ്രശ്നമായിട്ട് വരുന്നത്. അപ്പം ജലാംശം കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള തേൻ കൊടുക്കാനുള്ള സംവിധാനം ഇല്ലായ്മയും ഞങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്.
അങ്ങനെയാണ് ഞങ്ങൾ ഈ 100-200ഓളം തേനീച്ച കർഷകർ ഒന്നിച്ച് മധുബനി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും ഞങ്ങളുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് ഓയിൽ ഫാം ഇന്ത്യയും ഹോർട്ടികോർപ്പും ഖാദി ബോർഡും എല്ലാം കൂടി സംയുക്തമായിട്ട് നമ്മൾ ഓയിൽ ഫാം ഇന്ത്യയിൽ ഒരു ഹണി പ്രോസസ്സിംഗ് പ്ലാന്റ് സ്ഥാപിക്കുകയും ഞങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ തന്നെ എൻ്റെ തേൻ ഫുള്ള് അവിടെ തന്നെയാണ് പ്രോസസ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ മാസവും 2 പ്രാവശ്യം പോയി. ഇനിയും നമ്മൾ തേൻ മൊത്തം അവിടെ തന്നെ പ്രോസസ് ചെയ്ത് വിൽക്കുന്നത്. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ അവർ തീർത്തും നമ്മുടെ തന്നെ വാങ്ങിക്കും. നമ്മുടെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. നമ്മൾ അവർക്ക് നല്ല സാധനം കൊടുക്കുന്നതിനുള്ള തൃപ്തിയുണ്ട്. നമ്മുടെ സാധനം നന്നായിട്ട് വിറ്റഴിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് തേനീച്ച കർഷകർക്ക് ഞങ്ങൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെ മധുബനി കൂട്ടായ്മ നമ്മൾ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. നാടിനെ അന്നമൂട്ടാൻ വിയർപ്പൊഴുക്കുന്ന കർഷകർക്ക് താങ്ങും തണലുമായി സർക്കാർ നടത്തുന്ന ഇത്തരം ക്രിയാത്മകമായ ഇടപെടലുകളാണ് കാർഷിക മേഖലയ്ക്ക് കരുത്തും ദിശാബോധവും പകരുന്നത്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ വരും നാളുകളിൽ തീർച്ചയായും കാർഷിക മേഖലയ്ക്ക് കൂടുതൽ തെളിച്ചം പകരുക തന്നെ ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 7025541986. സീനിയർ മാനേജർ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ്. 9745094118. മത്തായി തോമസ്, സെക്രട്ടറി, മധുബനി ബി ഫാമേഴ്സ് 5.